നമ്മൾ ഇന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേരിയബിൾസ് ഉണ്ട്. വേരിയബിൾസ് കണ്ടിട്ടുണ്ടല്ലോ. വേരിയബിൾസ് എക്സ് വൈ എന്നൊക്കെ പറഞ്ഞ വേരിയബിൾസ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ ചരം വേരിയബിൾസ് അല്ലേ. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ y = f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ എക്സും വൈയും ആണ് വേരിയബിൾസ് അല്ലേ. അപ്പം ഇവിടെ എക്സിന് വാല്യൂ കൊടുക്കുന്നതനുസരിച്ച്, ഫോർ എക്സാമ്പിൾ y = 2x + 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ എക്സിന് വാല്യൂ കൊടുക്കുന്നത് അനുസരിച്ച് ആണ് വൈക്കുള്ള വാല്യൂ വേരി ചെയ്യുന്നത് അല്ലെ. എക്സിന്റെ വാല്യൂ കൊടുക്കുക, എക്സിന് 1 കൊടുക്കുമ്പോൾ വൈക്ക് 3 വരും, എക്സിന് 2 കൊടുക്കുമ്പോൾ 5 വരും. അങ്ങനെ എക്സിന്റെ വാല്യൂസ് മാറി 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 വരുന്നത് അനുസരിച്ചാണ് എന്ത് സംഭവിക്കുന്നത്, വൈന്റെ വാല്യൂ കിട്ടുന്നത്. സോ ദ വാല്യൂ ഓഫ് വൈ ഡിപ്പെൻഡ്സ് ഓൺ വാല്യൂ ഓഫ് എക്സ് അല്ലെ. വാല്യൂ ഓഫ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് വാല്യൂ ഓഫ് വൈ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വേരിയബിളിനെ എക്സിനെ നമ്മൾ എന്തോ പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും വൈനെ നമ്മൾ എന്തോന്ന് വിളിക്കും, ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും വിളിക്കും. അപ്പം വേരിയബിൾസ് ഉള്ള എക്സും വൈയും ഉള്ള ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഡിപ്പെൻഡന്റ് വേരിയബിളും ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിളും ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്, സാധാ ഒരു ഇക്വേഷൻ ആണ്. ഇപ്പൊ ഇതില് ഇനി നമുക്ക് വേണ്ടുന്നത് എന്താ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതാണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ പല രീതിയിൽ നമുക്ക് പറയാം. dy/dx ഡെറിവേറ്റീവ്, ഞാൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കാര്യമാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഓർഡിനറി ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്യുന്നത്. dy/dx അല്ലെങ്കിൽ d²y/dx², അതും അല്ലെങ്കിൽ d3y/dx3, ഇങ്ങനെയൊക്കെയുള്ള ഡെറിവേറ്റീവ്സ് പ്രസന്റ് ആയിട്ടുള്ള ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ അതിനകത്ത് ആരൊക്കെ കാണാം, അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, y ഉണ്ടാകാം, അല്ലെങ്കിൽ dy/dx ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തുണ്ടാകാം, d²y/dx² ഉണ്ടാകാം, എക്സെട്ര. ഇതൊക്കെ ഉണ്ടാവാം അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആരുടെയൊക്കെ, y, dy/dx, d²y/dx², എക്സെട്ര. ഇങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ ഉള്ള ഒരു ഫംഗ്ഷൻ. അപ്പം ഒരു ഉദാഹരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ y + 2d²y/dx² = 5 ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, ഈ കൂടാതെ വേണമെങ്കിൽ ഈ മേളിൽ എഴുതിയതിനകത്ത് കൂടാതെ ഒരു സിയും കൂടെ വേണേൽ നമുക്ക് കൊടുക്കാം, ഒരു കോൺസ്റ്റന്റ് ടേമുകൾ വേണമെങ്കിൽ ഉണ്ടാകാം അല്ലേ. അപ്പം
ഇതൊക്കെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഇവിടെ നേരത്തെ ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്ക് ഒരു ഇതിനകത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാ എന്ന് ഒരു ചോദ്യം നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ല. തന്നിരിക്കുന്നതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ അല്ലേ, അങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയില്ല. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഉറപ്പായിട്ടും താണ്ട് ഈ പറയുന്ന ആൾക്കാർ ഉണ്ടാവും. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവോ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവോ ഒക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ആ ഓർഡറിനെ ഒന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ഇപ്പം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്കുണ്ട് എങ്കിൽ ഇതിന് ഒരു പ്രാവശ്യം നമ്മൾ ഡെറിവേറ്റീവ് എടുത്താൽ നമ്മൾ അതിനെ dy ബൈ ഡി എക്സ് എന്ന് എഴുതും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തുവാ? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. അതിനെ തന്നെ വീണ്ടും ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുത്താൽ, അതായത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു ആരെ, ഈ പറഞ്ഞിരിക്കുന്ന dy ബൈ ഡി എക്സിനെ ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ എഴുതും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതും. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് നമ്മൾ വിളിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാ dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇനി ഡി സ്ക്വയർ വൈ ബൈ. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പൊ അവിടെ ആ സ്ക്വയർ വരുന്നത് എവിടെ നോക്കണം. ആക്ച്വലി ഈ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് വൈ. ഇങ്ങനെയാണ്, കണ്ടോ? അടുത്ത തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് അപ്പൊ എന്തായിരിക്കും വരാൻ പോകുന്നത്? ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്. അതിനെ ഇത്തിരിയും കൂടെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അങ്ങനെ എഴുതും, ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഓഫ് വൈ. അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇതാണ് ഒരു ഡെറിവേറ്റീവിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഡെറിവേറ്റീവിന്റെ ഓർഡർ എന്ന് പറയുന്നത്, നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്തുവാ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്തുവാ ചോദ്യമായിട്ട് വരാം. ഓർഡറും ഡിഗ്രിയും, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്തുവാ, അതിന്റെ ഡിഗ്രി എന്തുവാ എന്നൊക്കെ നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം, അല്ലേ? അപ്പം ആദ്യം നമുക്ക് നോക്കാം ഓർഡർ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതായിപ്പോ ഒരു ഉദാഹരണത്തിന് ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുക, ഡി ബൈ ഡി എക്സ് മൈനസ് കോസ് എക്സ് ഈക്വൽ ടു 0. ഒരു സിമ്പിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തിരിക്കുക. അപ്പൊ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഇതിനകത്ത് ഡെറിവേറ്റീവ്സ് പ്രസന്റ് ആണോ? ഇതിനകത്ത് ഡെറിവേറ്റീവ്സ് പ്രസന്റ് ആണോ? y എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്. അതിന്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഡി വൈ ബൈ ഡി എക്സോ അതോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറോ, ഇതിനെ ഞാൻ ഡെറിവേറ്റീവ്സ് ഒന്ന് ഉദ്ദേശിച്ചത്. അത് ഇതിനകത്തുണ്ടല്ലോ. ഇതിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ഉണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പം ഇതിനകത്തൊരു ഡെറിവേറ്റീവ് ഉണ്ട്.
അപ്പൊ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഈ ഇക്വേഷനകത്തുള്ള ഏറ്റവും വലിയ ഡെറിവേറ്റീവ്, നമുക്ക് ഇങ്ങനെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, ഇങ്ങനെ പറയാം. അപ്പൊ ഇതിനകത്തുള്ള ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫസ്റ്റ് ഓർഡറിലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറെ സെക്കൻഡ് ഓർഡർ ഇല്ല, തേർഡ് ഓർഡർ ഇല്ല, ഫോർത്ത് ഓർഡർ ഇല്ല, അങ്ങനൊന്നുമില്ല. ഇതിലുള്ളതിൽ ഏറ്റവും വലിയ ഓർഡർ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഫസ്റ്റ് ഓർഡർ. അപ്പോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ട് അതിന്റെ ഓർഡർ എഴുതാൻ പറഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഹയസ്റ്റ് ഡെറിവേറ്റീവ് അതിന്റെ ഓർഡർ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് എന്തോന്ന് പറയാം? ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് പ്രസന്റ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓർഡർ എത്ര ആയിരിക്കും? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ ഒന്ന്, ഉറപ്പായിട്ടും ഒന്ന്. സംശയിക്കേണ്ട കാര്യമില്ല, ഏറ്റവും സിമ്പിൾ കാര്യം. പക്ഷേ ഇനി നമുക്ക് ഡിഗ്രിയെ പറ്റി നോക്കാം. ഒരുപാട് എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഡിഗ്രി കൂടെ പറഞ്ഞിട്ട്. തൊട്ട് മുന്നിലത്തെ എക്സാമ്പിൾ തന്നെ നമ്മളൊന്ന് എടുക്കുക. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ചെറിയൊരു ചേഞ്ച് അതിനകത്ത് വരുത്തുക. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 0. ഞാൻ ചുമ്മാ ഉണ്ടാക്കിയ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിന്റെ ഓർഡർ എത്ര എന്ന് പറയാമോ? 2. കാരണം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവുകളിൽ ഏറ്റവും വലുത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ഓർഡർ ആണ് ഇവിടുത്തെ ഓർഡർ ആയിട്ട് എടുത്തിരുന്നത്. ശരി, എന്റെ ചോദ്യം ഇത് ഇത്രേ ഉള്ളൂ. ആ ഹയസ്റ്റ് ഓർഡർ ആയിട്ടുള്ള ഡെറിവേറ്റീവിന് മണ്ടയിൽ പവറുകൾ വല്ലതും വന്നിട്ടുണ്ടോ? പവർ അറിയാമല്ലോ. ഇപ്പൊ നമ്മൾ എക്സ് എഴുതിയ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ് എന്ന ഈ 2, 3 ഞാൻ ഉദ്ദേശിച്ചത് പവർ എന്ന്. അങ്ങനെ വല്ലതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 0. അവിടെ ഡി വൈ ബൈ ഡി എക്സിന്റെ മണ്ടയിൽ പവർ ഉണ്ടോ? ഇല്ല എന്ന് പറയരുത്. അവിടെ പവർ ഉണ്ട്, 1. ഡി വൈ ബൈ ഡി എക്സിന്റെ മണ്ടയിൽ പവർ ഉണ്ടോ? 1. അപ്പൊ നമുക്ക് ഇവിടെ നോക്കേണ്ടുന്നത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ മണ്ടയിലുള്ള പവർ. ആ എവിടെങ്കിലും കിടക്കുന്ന പവറിനെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഏത് മതി? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ മണ്ടയിൽ ഇരിക്കുന്ന പവർ. ക്ലിയർ ആയോ? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ, അതിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്? ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഡിഗ്രി എത്ര? 1. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഡിഗ്രി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ ഡിഗ്രി ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പൊ ഞാൻ ഈ ഒരു അടുത്തൊരു എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കാം. ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 0. ഇതിന്റെ ഓർഡർ എത്ര? ഇതിന്റെ ഓർഡർ 2. ഡിഗ്രിയോ? 1. ഡിഗ്രി 2 ആവുമോ? ഇല്ല. സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഡിഗ്രി ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് എപ്പോഴും എക്സിന്റെ വലിയ പവറാണ്, അല്ലേ? എക്സിന്റെ വലിയ പവർ. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, ആ രീതിയിൽ നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ ഇതിന്റെ മണ്ടയിൽ 1 ഉള്ളൂ, ഇതിന്റെ മണ്ടയിൽ 2 ഉണ്ടല്ലോ, അങ്ങനെ ആണെങ്കിൽ 2 എടുത്തൂടെ എന്ന് ചിന്തിക്കരുത്. ആ അർത്ഥം അല്ലത്തിലല്ല നമ്മളിവിടെ പറയുന്നത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത്
അപ്പൊ അതിനകത്തുള്ള ഏറ്റവും വലിയ ആളുടെ പവറിനെ മാത്രമേ നമ്മൾ നോക്കാവൂ. അപ്പൊ ഇതിന്റെ മേളിൽ ഒന്നാണ്, ആ ഒന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇതുപോലൊരു ചോദ്യം ഉറപ്പായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കത്തില്ല കേട്ടോ. ഇതുപോലൊരു ചോദ്യം ഉറപ്പായിട്ട് നമ്മളോട് ചോദിക്കത്തില്ല. ഞാൻ അതിന് ഒരു 2-3 എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരാം. ഒരു ഓർഡർ ഡിഗ്രി നിങ്ങൾ പറയണേ. dy/dx the whole square plus log y equal to x square. ഓർഡർ എത്ര? 1. ഡിഗ്രി എത്ര? 2. സിമ്പിൾ അല്ലേ? അടുത്തൊരെണ്ണം. d²y/dx² plus 6y equal to 4. ഓർഡർ എന്തുവാ? സിമ്പിൾ ചോദ്യം. 2. ഡിഗ്രിയോ? 1. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് dy/dx plus sin dy/dx equal to 0. അതിന്റെ ഓർഡർ എന്തോ? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ആരാണെന്ന് നോക്കിയാൽ മതി. 1. ഓർഡർ 1. ഇത് 0 ഈക്വൽ ടു 1 എന്ന് വിചാരിക്കലല്ലേ ഓർഡർ. അടുത്ത ഡിഗ്രിയോ? അവിടെ നമുക്ക് തെറ്റി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇത് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട്, ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയതനുസരിച്ച് ഇതിന്റെ ഡിഗ്രി എന്ത് വന്നേ പറ്റത്തുള്ളൂ? 1 വന്നേ പറ്റത്തുള്ളൂ. ശരിയല്ലേ? കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, dy/dx ഉണ്ട്, ഇവിടെ dy/dx ഉണ്ട്. രണ്ടിനും പവറുകളൊന്നും വന്നിട്ടില്ല. ശരിയല്ലേ? രണ്ടിനും പവറുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സൈൻ ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാ, 1 വന്നേനെ. പക്ഷെ അവിടെ ഉണ്ടല്ലോ, സൈൻ അവിടെ ഉണ്ടല്ലോ. അപ്പം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്താണ് ഡെറിവേറ്റീവ് വരുന്നതെങ്കിൽ അതിന്റെ ഡിഗ്രി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തോന്ന് നമ്മൾ പറയും? കനോട്ട് ബി ഡിഫൈൻഡ് എന്ന് എഴുതാനേ പറ്റത്തുള്ളൂ. cannot be defined. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. അതാണ്ട് ഇവിടെ തന്നെയുള്ള സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് നിങ്ങളൊരു പവർ സീരീസ് എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇനി ടെൻഷൻ ആവുമോ? വേണ്ട. എനിങ്ങനെ x-(x³/3) പ്ലസ് x⁵5/5 ഇതുപോലൊരു സാധനം എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ ഇത്രയും കാലത്തെ വിദ്യാഭ്യാസ ജീവിതത്തിനിടയ്ക്ക് എവിടെയെങ്കിലും ഇത് കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ? കണ്ടിട്ടില്ലേ? ഇതിനെയാണ് പവർ സീരീസ് എക്സ്പാൻഷൻ എന്നോ അല്ലെങ്കിൽ മക്കളോറിയൻ സീരീസ് എക്സ്പാൻഷൻ എന്നോ ഒക്കെ പറയും. സോറി. അപ്പം ഇതിനകത്ത് എക്സ് മാറ്റി നമ്മൾ dy/dx ആക്കിയാൽ എന്ത് സംഭവിക്കും? സൈൻ dy/dx എന്ന് പറയുന്നത് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആകെ പ്രശ്നമായില്ലയോ? dy/dx പ്ലസ് അടുത്തത് dy/dx the whole cube by 3 പ്ലസ് എക്സെട്ര. സോറി മൈനസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ഇങ്ങനെ പോവാ. ഇതിന്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ്, ഹയസ്റ്റ് പവർ ഏതാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ പറ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതിങ്ങനെ അങ്ങ് പോവുക. അടുത്തത് 3 ആവും, പിന്നെ 5 ആവും, പിന്നെ 7 ആവും, 9 ആവും, ഇങ്ങനെ പോവാ. അപ്പൊ അതിന്റെ അവസാനം എന്തുവാ? ആർക്കെങ്കിലും പ്രവചിക്കാൻ പറ്റുമോ? ഇതിന്റെ ഇല്ല. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം dy/dxന്റെ ഏറ്റവും വലിയ പവറാണ് എന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാധനത്തെ കണ്ടുപിടിക്കാൻ ഇവിടെ പറ്റത്തില്ലല്ലോ. അനന്തമായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ അവസാനത്തെ ടൈം നമ്മൾ എങ്ങനെ പറയും? സോ അത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത്, ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണം, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത് ഡെറിവേറ്റീവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതിന്റെ ഡിഗ്രി ഓർഡർ കണ്ടുപിടിക്കാം, പക്ഷെ ഡിഗ്രി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. തിരിഞ്ഞു പോകരുത്. ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും, ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ക്ലിയർ? പറയൂ.
ഡിഗ്രി കനോട്ട് ബി ഡിഫൈൻഡ് എന്നാണ്. അത് ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റുമോ അതിന്? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഓർഡർ ആൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്, ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ഡിഗ്രി നമ്മൾ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സംബന്ധിച്ച്? ഒന്ന് ആലോചിച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവാന്ന് പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ അങ്ങനെ പറഞ്ഞു ചില സ്ഥലങ്ങളിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനേ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അപ്പൊ എന്തായാലും ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ വലിയ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി നമ്മൾ എപ്പോഴും എങ്ങനെ പറയത്തുള്ളൂ, ഇതുപോലത്തുള്ള സാഹചര്യത്തിൽ ഡിഗ്രി ഇല്ല, അത്രേ ഉള്ളൂ കേട്ടോ. ഡിഗ്രി അതിന് ഇല്ല, അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ തലമുണ്ടാക്കണ്ട. ഡിഗ്രി ഇല്ല, അത്രേ ഉള്ളൂ കേട്ടോ. ഡിഗ്രി ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ലെന്നോ ഇൻഫിനിറ്റി എങ്ങനെ മനസ്സിലാക്കി വെച്ചോ, പക്ഷെ ഡിഗ്രി ഇല്ല. ഓക്കെ. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.